പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ, ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കൂടെ 2 ചിന്തകരെ ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുവാൻ കാരണം, ഇതിനോടകം നിങ്ങൾക്ക് വെളിപ്പെട്ടു വന്നതുപോലെ തന്നെ നോമ്പിനെ പറ്റിയുള്ള അല്ലെങ്കിൽ നോമ്പുകാല അനുഭവങ്ങളെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാടും ചിന്താഗതിയും സാധാരണ നിലവിലിരിക്കുന്ന ധാരണകളെക്കാൾ വ്യത്യസ്തമാണ് എന്ന് ഇതിനോടകം ഞാൻ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. നോമ്പ് കാലത്ത് അധികം സംസാരിക്കരുത് എന്ന ഒരു ധാരണ പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴതില്ല. ഇപ്പോൾ മാംസം വർജിക്കണം, മത്സ്യം വർജിക്കണം, പാല്, മുട്ട ഇത്യാദി വർജിക്കണമെന്നല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന ധാരണ നന്നേ കുറവാണ്. എന്നാൽ പണ്ടുണ്ടായിരുന്ന ഈ ധാരണ, അധിക സംസാരം മനുഷ്യന് നല്ലതല്ല, അവൻ്റെ നാവ് അവന് വിനയായി തീരാൻ എപ്പോഴും സാധ്യതയുണ്ട്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ അത് വളരെ വിശദീകരിച്ച് ശക്തമായ ഭാഷയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് പരിചയമുള്ളതാണ്. ദ എപ്പിസിൽ ഓഫ് സെയിൻറ്റ് ജെയിംസ്. പ്രത്യേകിച്ച് എൻ്റെ 3-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കാൻ സമയമുള്ളവർ കൂട്ടാക്കണം എന്ന സമയത്ത് ഞാൻ ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് അടിവരയിട്ട് പറയാനുള്ളത്, അമിത സംസാരം ഒഴിവാക്കിയത് കൊണ്ട് മാത്രമായില്ല, പിന്നെയോ ഉന്നതമേറിയ ചിന്തകൾ, അറിവുകൾ പ്രാപിക്കുവാനുള്ള അവസരമായി നോമ്പുകാല അച്ചടക്കത്തെ ക്രിയാത്മകമായി സർഗാത്മകമായി മനസ്സിലാക്കണമെന്ന ആത്മീയ പ്രബുദ്ധതയുള്ള ആശയമാണ് പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ചിന്തകൾ ഉന്നതമേറിയതായിരിക്കട്ടെ. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ഹൈ. അത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് 2026 ആണ്ടിലെ നോമ്പുകാല അനുഭവത്തിൽ ഈ ഒരു ഇന്ന് തികച്ചും വിരളമായിരിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി തിരോധാനം ചെയ്തു കഴിഞ്ഞ ഒരു ക്രിയാത്മകമായ അച്ചടക്കം, അതായത് നോമ്പുകാലം എന്ന് പറയുന്നത് ഉന്നതമായ, മഹനീയമായ, ദൈവികമായ ചിന്തകൾ, തിരിച്ചറിവുകൾ, ജ്ഞാനം, പരിജ്ഞാനം ഇവ പ്രാപിക്കുവാനായി നാം പ്രത്യേകം സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി ക്ഷമയോടെ അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരച്ചടക്കത്തിൻ്റെ കാലഘട്ടമായി ഈ നോമ്പുകാലത്തെ മനസ്സിലാക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ അത് വളരെയധികം അനുഗ്രഹത്തിനും സന്തോഷത്തിനും അഭിമാനത്തിനും വഴിയൊരുക്കും എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ കൂടെ 2 എഴുത്തുകാരെ, 2 ചിന്തകരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവരെപ്പറ്റി നിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല എങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ വിവിധമായ സാഹചര്യങ്ങളിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന്, മനുഷ്യൻ്റെ ചരിത്രത്തിൽ കൂടെയുള്ള ഇന്ന് വരെയുള്ള യാത്രയിൽ കലാകാലങ്ങളിൽ മനുഷ്യൻ്റെ അഭിമാനമായും അനുഗ്രഹമായും ദൈവം ഉയർത്തിയ വലിയ വലിയ ചിന്തകരായ അന്വേഷികളായ ആളുകളുടെ ആശയങ്ങളും അവരുടെ സംഭാവനകളും ഒന്ന് ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളെ എവരെയും പരിചയപ്പെടുവാൻ താല്പര്യപ്പെടുന്നത്, അങ്ങനെ മഹനീയമായ ഒരു പൈതൃകം നമുക്കുണ്ട് എന്നത് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. ഇത് മാത്രവുമല്ല, അത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പാപ്പരത്വം മനസ്സിലാക്കാൻ സാധിക്കും. യേശു ക്രൂശിൽ നിന്ന് പറഞ്ഞില്ലേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. എൻ്റെ അർത്ഥം, മതം എപ്പോഴും അജ്ഞതയുടെ മേഖലയായിരിക്കും. മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ കളിക്കുന്ന മാമാങ്കങ്ങളെല്ലാം തന്നെ അജ്ഞതയുടെ അക്രമവും നഗ്നതാണ്ഡവുമായിരിക്കും എന്ന്
ഏവരും എക്കാലത്തും ഓർത്തിരിക്കണം എന്ന ഒരു താക്കീതാണ് ക്രൂസിൽ നിന്നുള്ള ആദ്യത്തെ വചനമെന്ന് ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഈ സമയത്ത് സാധിക്കുകയുള്ളൂ. ഏതായാലും നാം തികച്ചും അറിഞ്ഞിരിക്കേണ്ട ചില പ്രമാണങ്ങൾ വലിയ വലിയ ചിന്തകരായി, ഇപ്പം ഞാൻ ഇത് പറഞ്ഞാൽ വലിയ വില ഉണ്ടാകുകയില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് നിവൃത്തിയില്ലാതെ മറ്റുള്ളവർ എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ക്ഷമാപണത്തിൽ കൂടെയെങ്കിലും ഈ മഹനീയമായ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം ഒരു വാതിൽ തുറക്കാൻ ഈ ഏഴയായ മുതുക്കൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയുമുള്ള സമയം ഈ രണ്ട് എഴുത്തുകാരുടെ രണ്ട് ചെറിയ ചിന്താശകലങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആശയഗാംഭീര്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ പ്രസ്താവനകളെ, അതിൻ്റെ ആശയ സമ്പുഷ്ടിയെ ഒന്ന് മനസ്സിലാക്കാൻ ഒരുമിച്ച് നമുക്ക് ശ്രമിക്കാം. ഞാൻ നിങ്ങളെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ എന്താ പറയുന്നത് സ്ക്രീനിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് സാമ്യുവൽ ടൈലർ കോൾറിഡ്ജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയട്രിയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായ വില്യം ബേർഡ്സ്വർത്തും സാമ്യുവൽ ടൈലർ കോൾറിഡ്ജും കൂടെയാണ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയട്രി മൂവ്മെൻറ്റ് തന്നെ തുടങ്ങിയത്. അവിടെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ് എന്നതാണ് അതിൻ്റെ ഏതാണ്ട് മാനിഫെസ്റ്റോ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പൊതുവായ ചിന്തകൾ ഉൾപ്പെടുത്തുന്ന, സാധാരണ സാഹിത്യം പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്ക് പരിചയമില്ലാത്ത ഒരു കൃതിയാണ് എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ എന്നുള്ളത്. 1829 പ്രസിദ്ധീകരിച്ചതാണ് എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ. അതായത് ചിന്തിക്കുവാൻ ഇത് അല്പസഹായം, ചിന്തിക്കാനൊരു കൈത്താങ്ങൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ അനുവാദം ചെയ്യാം. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ നന്നേ ആഴത്തിൽ പതിച്ചത് ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വായിച്ചിട്ട് അതിൻ്റെ ആശയം മലയാളത്തിൽ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ക്ഷമയോടെ ഈ അന്വേഷണത്തിൽ പങ്കെടുക്കണമെന്ന് ദയവായി അഭ്യർത്ഥിച്ചുകൊള്ളും. അദ്ദേഹം പറയുന്നത്, ഹി who begins by loving Christianity more than truth will proceed by loving his own sect or church better than Christianity and end in loving himself better than all. വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ ഇത് ഒരിക്കൽ വായിച്ചാൽ ഒരിക്കലും മറക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ സത്യസന്ധവും ആഴമേറിയ ആശയങ്ങളും അറിവുകളും നിറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്. ഒരൊറ്റ വാചകമാണ്. സാമ്യുവൽ ടൈലർ കോൾറിഡ്ജിൻ്റെ ഒരൊറ്റ വാചകം എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ എന്ന പുസ്തകത്തിലെ ഒരു വാചകം മാത്രമാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതിനി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഹി ഹു ബിഗിൻസ് ബൈ ലവിങ് ക്രിസ്ത്യാനിറ്റി മോർ ദാൻ ട്രൂത്ത്. സത്യത്തെക്കാൾ കൂടുതൽ ക്രിസ്തുമതത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇവിടെയുണ്ട്. നാം സത്യത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഇപ്പൊ കോൾറിഡ്ജ് പറയും, ക്രിസ്ത്യാനികളുടെ ഒരു വലിയ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, അവർ സത്യത്തിന് വില കൊടുക്കാതെ, സത്യത്തെ വേണ്ടതുപോലെ മാനിക്കാതെ ക്രിസ്തു മതത്തെ അവർ എന്താണ് പറയുന്നത്, വിലമതിക്കുന്നു, സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സോ ഹി ഹു ബിഗിൻസ് ബൈ ലവിങ് ക്രിസ്ത്യാനിറ്റി മോർ ദാൻ ദ ട്രൂത്ത്. സത്യത്തെക്കാൾ കൂടുതൽ ക്രിസ്തുമതത്തെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് സംഭവിക്കുന്നു? അതാണ് ഇനിയും പറയുന്നത്. വിൽ പ്രൊസീഡ് ബൈ ലവിങ് ഹിസ് ഓൺ സെക്ട് ഓർ ചർച്ച് ബെറ്റർ ദാൻ ക്രിസ്ത്യാനിറ്റി. അങ്ങനെയുള്ള വ്യക്തികൾ അവൻ്റെ സഭാവിഭാഗത്തെ ക്രിസ്തു മതത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ ഇടവരികയും തൽഫലമായി അവനെ തന്നെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് താണു പോവുകയും ചെയ്യും. അതിമനോഹരമായ
ശ്രദ്ധേയമായ ചിന്തയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോൾറിഡ്ജ് ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനിയുടെ ഭക്തി എന്ന് പറയുന്നത് ആത്യന്തികമായി സത്യത്തിൽ പറഞ്ഞാൽ അവൻ്റെ സ്വാർത്ഥത മാത്രമാണ്. അവൻ അവനെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് അവൻ വഴുതിപ്പോയത് എങ്ങനെയാണ്? ആരംഭിച്ചപ്പോൾ അവൻ സത്യത്തെക്കാളേറെ ക്രിസ്തുമതത്തെ സ്നേഹിക്കുകയും അടുത്തപടിയായി ക്രിസ്തുമതത്തെക്കാൾ അവൻ്റെ സഭയെ സ്നേഹിക്കുകയും അതിൻ്റെ അവസാന പടിയായി എല്ലാറ്റിനുമുപരി തന്നെ സ്നേഹിക്കുകയും ബാക്കി ഒന്നിനും വില കൽപ്പിക്കാതെ എൻ്റെ സൗകര്യവും എൻ്റെ ലാഭവും നേട്ടവും മാത്രത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, അതിനപ്പുറത്തൊരു ദൈവവുമില്ല എന്ന ഒരവസ്ഥയിൽ മനുഷ്യനായി പോകുമെന്നത് പലരും തിരിച്ചറിയാത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ സത്യസന്ധമായി ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഉള്ളിൽ സത്യത്തിൻ്റെ കണികയുണ്ടെങ്കിൽ കോൾറിഡ്ജ് ഈ പറയുന്ന കാര്യം, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം 100% ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ചെറിയ ആശയമെങ്കിലും ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ മതപരമായ ഭക്തിയുടെ ഏറ്റവും കാതലായ ഭാഗം, അതിനെ നടത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഭാഗം സ്വാർത്ഥത മാത്രമാണ്. നാം ദൈവത്തെയോ മനുഷ്യനെയോ സത്യത്തെയോ സ്നേഹിക്കുന്നവരല്ല, നാം നമ്മെ മാത്രം സ്നേഹിക്കുന്നവരാണ്. ആ അവസ്ഥയിൽ നമ്മുടെ സൗകര്യം, നമ്മുടെ താല്പര്യം, നമ്മുടെ നേട്ടം എത്രമാത്രം വലുതാക്കാം അല്ലെങ്കിൽ നിലനിർത്താം എന്ന പരിഗണനയ്ക്ക് അപ്പുറത്ത് പോയി ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഭക്തി സ്വാർത്ഥതയുടെ ഒരു ആവിഷ്കാരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് 1829 പബ്ലിഷ് ചെയ്ത എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കൊട്ടേഷനാണ്, ഉദ്ധരണിയാണ്. നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കാവുന്നതാണ്. രണ്ടാമത്തെ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത്, അതിന് മുമ്പ് പലതവണ റെഫർ ചെയ്തിട്ടുള്ളതാണ്. റോമിലെ വലിയ വലിയ വാഗ്മികളിലും ചിന്തകന്മാരിലും ഒരാളായിരുന്ന സെനേക്ക, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദെ വീറ്റ ബിയാറ്റ, ഇംഗ്ലീഷിൽ ഓൺ ദ ഹാപ്പി ലൈഫ്. ബിയാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിയാറ്റിറ്റ്യൂഡ്, അതിവിടെ നിന്നാണ് ഉണ്ടായത്. ബിയാറ്റിറ്റ്യൂഡ്, ബിയാറ്റിഫിക്കേഷൻ, അങ്ങനെയുള്ള സന്തോഷം, ഏറ്റവും പരിപൂർണമായ സന്തോഷം, ബിയാറ്റിറ്റ്യൂഡ്. അപ്പോൾ ദേ ബീറ്റ ബിയാറ്റ, സന്തോഷകരമായ ജീവിതത്തിൻ്റെ അന്തസത്ത എന്താണ്? അത് AD 58 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതായത് യേശുവിൻ്റെ കാലശേഷം ഏതാണ്ട് 58 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് സെനേക്കയുടെ ഓൺ ദ ഹാപ്പി ലൈഫ് ഓർ ദേ വീറ്റ ബിയാറ്റ എന്ന പുസ്തകം. അതിലെ ഏതാനും വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത്, while everybody wishes to believe rather than examine and decide. ഞാൻ ആദ്യം ഈ കൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് വീണ്ടും മടങ്ങി വന്ന് അതിൻ്റെ ഓരോ ഫ്രേസും എടുത്ത് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കാം എന്നാണ് വിചാരിക്കുന്നത്. While everybody wishes to believe rather than examine and decide, a just judgment is never passed upon a matter of the greatest importance. Our opinion thereof is taken as truth. The error of our fathers, which has fallen into our hands, whirls us round and drives us headlong. We are ruined by the example of others. We shall be healed if we separate from the rabble. Now the people in hostility with reason stand up as a defense of what is their own mischief. ഞാൻ ചില കാര്യങ്ങൾ പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽ പതിക്കേണ്ടതിന് കളറൊക്കെ വ്യത്യാസപ്പെടുത്തിയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത്, സെനേക്ക പറയുന്നത്, while everybody
വിഷസ് ടു ബിലീവ്. എല്ലാവർക്കും വിശ്വസിക്കാൻ താല്പര്യമാണ്. പക്ഷേ പല ആളുകളും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കുകയും അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, അത് സത്യമാണോ, അത് സത്യവിശ്വാസമാണോ, അതോ അന്ധവിശ്വാസമാണോ, ട്രൂ ഫെയ്ത്ത് ആണോ, സൂപ്പർസ്റ്റിഷൻ ആണോ, അതിൽ യുക്തിയുണ്ടോ, അതിലെന്തെങ്കിലും കാമ്പുണ്ടോ, ഇതൊന്നും ചിന്തിക്കാതെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉടനെ അത് അതുപോലെ അംഗീകരിക്കുന്നു. സോ while everybody wishes to believe rather than examine and decide. അപ്പം സെനക്ക പറയും, നിങ്ങൾ വിശ്വസിക്കണം, പക്ഷേ വിശ്വസിക്കുന്ന പ്രമാണങ്ങളെ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്, നിങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ചിന്താശക്തി എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ അവയെ പരിശോധനാ വിധേയമാക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ പറയുന്നത്, എ ജസ്റ്റ് ജഡ്ജ്മെന്റ് ഈസ് നെവർ പാസ്ഡ് അപ്പോൺ എ മാറ്റർ ഓഫ് ദ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ കൂട്ടാക്കിയില്ല എങ്കിൽ, അതായത് വിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളെ സാമാന്യ ബുദ്ധിക്കും മനുഷ്യജാതിയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളോടുള്ള പശ്ചാത്തലത്തിലും നാം അവയെ വസ്തുനിഷ്ഠമായി പരിഗണിക്കുന്നില്ല എങ്കിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മതിയായ ഒരു അഭിപ്രായം രൂപീകരിക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമാകുകയില്ല. എ ജസ്റ്റ് ജഡ്ജ്മെന്റ് ഈസ് നെവർ പാസ്ഡ് അപ്പോൺ എ മാറ്റർ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ്. സുപ്രധാനമായ കാര്യങ്ങളെ മനസ്സിലാക്കാതെ അത് ഒരു വിധത്തിലും മനുഷ്യർക്ക് പ്രയോജനമാകാത്ത വിധത്തിലുമാണ് നാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ഒന്നിൻ്റെയും തന്നെ ഫലം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാതെ ഇതേതാണ്ട് വിശ്വാസമെന്നും പറഞ്ഞ് എവിടെയോ ഇത് പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, our opinion thereof is taken on as truth, taken on trust. ഒരു കാര്യം എടുത്താൽ അതിനകത്ത് രണ്ടുണ്ട്, സത്യമുണ്ട്, പിന്നെ അഭിപ്രായം. ഞാൻ മുൻപ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് സത്യത്തോട് ബന്ധമില്ലാതെ ചില അഭിപ്രായങ്ങൾ ചിലരിൽ നിന്ന് കേട്ടതൊക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ വെച്ച് അതനുസരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് അവരെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടാണ്. അതാണ് ടേക്കൺ ഓൺ ട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ബുദ്ധിയും അനുഭവവും ഒക്കെ വെച്ച് പരിശോധിച്ച് ഇതിലെന്തെങ്കിലും ഉണ്ടോ, ഇത് പ്രയോജനം ചെയ്യാൻ സാധ്യതയുണ്ടോ, ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളുമായി ഇവയ്ക്ക് ബന്ധമുണ്ടോ, ഇതൊന്നും പരിഗണിക്കാതെ ആരാണ്ടോ അതൊക്കെ പറഞ്ഞു അത് അതുപോലെ വിശ്വസിക്കുന്നതാണ് ക്രിസ്ത്യാനിയുടെ ധർമ്മമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കുമിഞ്ഞുകൂടി കിടക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ട് നമുക്ക് സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ നമ്മളായിത്തീരുന്നത് നമ്മുടെ ഇപ്രകാരമുള്ള ഈ പരിശീലനവും സംബന്ധമായ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അപാകതയുമാണ്, അപക്വതയുമാണ് എന്നാണ് സെനേക്ക പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എവിടെ നിന്നൊക്കെ എല്ലായിടത്തു നിന്നും കിട്ടുന്ന അഭിപ്രായങ്ങൾ മാത്രം അത് പരിശോധിക്കാതെ അത് കാമ്പുണ്ടോ എന്ന് പരിഗണിക്കാതെ നാം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. ദ എറർ ഓഫ് അവർ ഫാദേഴ്സ്, നമ്മുടെ പൂർവികന്മാര് സ്വീകരിച്ച ആ തെറ്റുകള്, മണ്ടത്തരങ്ങള്, മൊണ്ണത്തരങ്ങള്, ദി എറർ ഓഫ് അവർ ഫാദേഴ്സ് വിച്ച് ഹസ് ഫോളൻ ഇൻ ടു അവർ ഹാൻഡ്സ്. അപ്പൊ അവരുടെ കയ്യിൽ നമ്മൾ പ്രാപിച്ചതിൽ പലതും ഈ കാലവുമായി യാതൊരു പ്രസക്തിയുമില്ലാതെ മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാൻ ഇടയായിട്ടുണ്ട്. സോ ദി എറർ ഓഫ് അവർ ഫാദേഴ്സ് വിച്ച് ഹസ് ഫോളൻ ഇൻ ടു അവർ ഹാൻഡ്സ് വേൾഡ്സ് us റൗണ്ട് ആൻഡ് ഡ്രൈവ്സ് us headlong. നമ്മളെ അത് മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ടാണ് നാം മുമ്പോട്ട് പോകുന്നത്. വാസ്തവത്തിൽ നാം മുമ്പോട്ട് പോവുകയല്ല, ഈ മറ്റുള്ളവരിൽ നിന്ന് നാം പ്രാപിച്ച അഭിപ്രായങ്ങൾ നമ്മളെ തള്ളി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നാം നമ്മുടേതായ ഒരു കഴിവുകളും പ്രയോഗിച്ചല്ല മതമേഖലയിൽ ജീവിക്കുന്നത് എന്ന് സെനേക്ക പറയുന്നതിനോട് വിയോജിപ്പാൻ എനിക്ക് വളരെ പ്രയാസമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ റെഡ് എങ്കിൽ ചുവന്ന മഷിയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, വി ആർ റൂയിൻഡ് ബൈ ദ എക്സാമ്പിൾ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മാതൃക നാം ഇപ്രകാരം കണ്ണുമടച്ച് വിശ്വസിച്ച് അനുകരിക്കുന്നത് കൊണ്ട് അവരുടെ മാതൃക മൂലം നാം നശിച്ചു പോയിരിക്കുകയാണ്.
we are ruined by the example of others. We shall, അതുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്, വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതൃക യേശു ആയിരിക്കണം. ഒരു മെത്രാനോ കിത്രാനോ പോപ്പോ കീപ്പോ അച്ഛനോ കിച്ചനോ കപ്പ്യാരോ കുപ്പ്യാരോ ഒന്നും അല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുക്രിസ്തുവിൽ മാത്രം നമ്മുടെ കണ്ണുകൾ നട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം ഓടി തികയ്ക്കണമെന്ന് എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലുള്ളത് ഇത്തരത്തിൽ സ്മരണീയമാണ്. Seeing that there is a great cloud of witness surrounding us, let us run with diligence the race that is set before us, looking unto Jesus, the author and perfecter of our faith. പക്ഷെ നാം എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ കാലം നമ്മുടെ ജാമ്പവന്മാർ, നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം അവരിത് ചെയ്തു, അവർ ചെയ്തതിൽ നിന്നൊരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവരെന്ത് പണ്ടത്തരം കാണിച്ചോ അത് തന്നെ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ മാതൃക നമുക്ക് വലിയ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് സെനേക്ക പറയുന്നത്. നമ്മുടെ മതപരമായ ആചാരങ്ങൾ നാം അല്പം ഒന്ന് പരിശോധിച്ചാൽ എത്ര വലിയ സത്യമാണ് സെനേക്ക പറയുന്നത്. അദ്ദേഹം ക്രിസ്ത്യാനി അല്ലായിരുന്നുവെങ്കിലും ലോകത്തിലുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സ്വീകരിക്കാൻ സാധ്യമാകേണ്ട വളരെ മനോഹരമായ തിരിച്ചറിവുകളാണ് ഈ ഒരു ചെറിയ ഭാഗത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ വി ആർ റൂയിൻഡ് ബൈ ദ എക്സാമ്പിൾ ഓഫ് അതേഴ്സ്. ഈ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതെന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് വി ഷാൽ ബി ഹീൽഡ്. നമുക്ക് ഈ ഒരു ഇത് രോഗാതുരമായ അവസ്ഥയാണ്, നമുക്ക് നല്ല രോഗം പിടിച്ച അവസ്ഥയിലാണ്. ഇതിൽ നിന്ന് നമുക്ക് സൗഖ്യം പ്രാപിക്കാം. എന്താണ്? ഞാൻ അവിടെ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് വി സെപ്പറേറ്റ് ഫ്രം ദ റാബിൾ. റാബിൾ എന്ന് നമുക്കറിയാം, ആൾക്കൂട്ടം. നമ്മുടെ ഭയഭക്തി എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിന്റെ ഭയഭക്തിയാണ്. നിങ്ങൾ ആലപ്പുഴ പോയി കൃപാസനത്തിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഈ റാബിളാണ് അവിടെ, വിശ്വാസികളല്ല, ആൾക്കൂട്ടം. ഏറ്റവും ആൾക്കൂട്ടം എവിടെയാണോ അവിടെ പോകാൻ മാത്രമാണ് ക്രിസ്ത്യാനിക്ക് താല്പര്യം. അപ്പോൾ അത് കാരണം നമുക്ക് അപ്രകാരമുള്ള പരിശീലനമാണ് ലഭിച്ചത്. ചിന്തിക്കാൻ കഴിവില്ലാത്തതിന് എപ്പോഴും ആൾക്കൂട്ടത്തിൽ അഭയം തേടും എന്നത് ന്യായമാണ്. അപ്പോൾ വി ഷാൽ ബി ഹീൽഡ് ഇഫ് വി സെപ്പറേറ്റ് ഫ്രം ദ റാബിൾ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന അച്ചടക്കമാണ് എന്ന് സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. അടുത്ത സെന്റൻസ്, നൗ ദ പീപ്പിൾ ഇൻ ഹോസ്റ്റിലിറ്റി വിത്ത് റീസൺ. അതായത് യുക്തിയോട് ശത്രുത പാലിക്കുന്ന ആളുകൾ, അവരെ ആ സ്ഥിതിയിൽ കൊണ്ടാക്കി വെച്ചത് ഇപ്രകാരമുള്ള മതബോധമാണ്, മതപരിശീലനമാണ്. എവിടെയെങ്കിലും യുക്തി അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി കണ്ടാൽ അതിനെ തൊഴിക്കണം, വെറുക്കണം, അത് പിശാചിൻ്റെതാണെന്ന് പറയണം. ഒരിക്കലും നിന്റെ തലച്ചോറിനുള്ളിൽ വെളിച്ചം പ്രവേശിക്കാൻ സമ്മതിക്കരുത്. പ്രകാശമുള്ളിൽ കടന്നു നിന്റെ കഥ കഴിഞ്ഞു പോകും എന്ന വിധത്തിലാണ് നമ്മുടെ അവസ്ഥ. സോ നൗ ദ പീപ്പിൾ ഇൻ ഹോസ്റ്റിലിറ്റി വിത്ത് റീസൺ സ്റ്റാൻഡ് അപ്പ് ആസ് ദ ഡിഫെൻസ് ഓഫ് വാട്ട് ഈസ് ദെയർ ഓൺ മിസ്റ്റേക്ക്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആകെപ്പാടെ ചെയ്യാവുന്നത് നമ്മുടെ മണ്ടത്തരങ്ങളും മൊണ്ണത്തരങ്ങളും ഏറ്റവും ശക്തമായി ന്യായീകരിക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ എന്താണ് മാർഗം എന്ന് മാത്രം അന്വേഷിക്കുകയും ആ നിലനിൽപ്പിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിച്ച് ഇല്ലാതാക്കാൻ എന്താണ് വഴി എന്നത് മാത്രമായിരിക്കും നമ്മുടെ മതപരമായ തീക്ഷ്ണതയിൽ സ്ഥിതി ചെയ്യുന്ന പ്രവർത്തന രീതി എന്നാണ് യേശുവിന് 58 വർഷങ്ങൾക്ക് ശേഷം റോമിൽ വസിച്ച വലിയ ചിന്തകനായിരുന്ന സെനേക്ക എഴുതിയ ദേ വീറ്റ ബിയാറ്റ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥഗാംഭീര്യമായ ഈ ഒരു ഭാഗം വായിച്ചിട്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ പറയുന്നത്, while everybody wishes to believe rather than examine and decide, a just judgment is never passed upon a matter of the greatest importance. Our opinion thereof is taken on trust. The error of our fathers, which has fallen into our hands, whirls us round and drives us headlong. We are ruined by the example of others. We shall be healed if we separate from the rabble. Now the people in hostility with reason stand up as a defense of what is their own mischief. ഞാൻ ഇപ്രകാരം ഈ ടെക്സ്റ്റ് രണ്ടും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം, നിങ്ങൾക്കിത് വളരെ സാവകാശത്തിൽ വായിച്ച് ധ്യാനിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധ്യമാകട്ടെ
എന്ന താല്പര്യത്തിലാണ്. നിങ്ങൾ ദയവായി അതിന് സമയം കണ്ടെത്തണം. നമുക്ക് ചിന്തിക്കുവാനുള്ള ദൈവദത്തമായ കഴിവിനെ വളർത്തിയെടുക്കണം. ചിന്തിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കാത്തവർ എപ്പോഴും അടിമകളായിരിക്കും. അവർ കഴുതകളെ പോലെ ആയിരിക്കും. നമുക്കറിയാം, ഒരു കഴുതയുടെ പുറത്തൊരു ചാക്ക് വെച്ചാൽ അത് ഉടനെ നടക്കാൻ തുടങ്ങും. കാരണം കഴുത അങ്ങനെയാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. ആ ചാക്കിനകത്ത് ചാണകമാണോ, ഗോതമ്പാണോ, അല്ലെങ്കിൽ വിലതീരാത്ത മുത്തുകളാണോ, ഇതൊന്നും കഴുതയ്ക്ക് പ്രശ്നമല്ല. അതിൻ്റെ മുതുകിന് ഒരു ഭാരം വന്ന് വീണാൽ ഉടനെ അതിൻ്റെ കാലുകൾ ചലിച്ചു തുടങ്ങും, അത് മുൻപോട്ട് നടക്കും. അത് കഴുതയുടെ ഭക്തിയാണ്. അങ്ങനെയാണ് കഴുതയെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. നാം അപ്രകാരമായി പോകരുത് എന്ന ഒരു വലിയ താല്പര്യം ഈ ഉള്ളവനുണ്ട്. ഞാൻ യേശുവിൽ നിന്ന് പഠിച്ച ഒരു വലിയ കാര്യം, നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ചിന്തിക്കുവാനുള്ള കഴിവ്, അത് സത്യത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കാനുള്ള നിങ്ങളുടെ ആന്തരികമായ വെളിച്ചമാണ്. അതിനെ വളർത്തിയെടുക്കുക എന്നത് നാം ഓരോരുത്തരും നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തോട് കാണിക്കുന്ന നീതിയും പ്രകടിപ്പിക്കുന്ന നന്ദിയുമാണ്. അപ്രകാരം സ്വയത്തെ വളർത്തിയെടുക്കുന്നവർക്ക് മാത്രമേ വഴിയും സത്യവും ജീവനുമായ യേശുവുമായി ആത്മാർത്ഥമായി ബന്ധം പുലർത്തുവാനോ അവനെ സത്യത്തിലും ആത്മാവിലും അനുധാവനം ചെയ്യുവാനോ സാധ്യമാകുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് എൻ്റെ ജീവിതത്തെ ആകമാനമായി ഇപ്പോൾ നിലനിർത്തുന്നത് എന്നുകൂടെ ഈ തരുണത്തിൽ ഒരു സാക്ഷ്യമെന്ന നിലയിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും അർത്ഥവത്തായ 2026 നോമ്പ് കാല അനുഭവങ്ങൾ നേർന്നുകൊള്ളുന്നു.